മഴ ശക്തമാകുമെന്ന ആശങ്കയ്ക്കിടെ കൊല്ലത്ത് സർവീസ് റോഡ് ഇടിഞ്ഞു. പാലത്തറ NSS ആശുപത്രിക്ക് സമീപമാണ് റോഡ് ഇടിഞ്ഞത്. ഓവുചാലിന് ഭിത്തി കെട്ടാത്തതാണ് അപകടത്തിനിടയാക്കിയത്. റോഡ് ഇടിഞ്ഞതിന് പിന്നാലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. ദിലീപ് ദേവസ്യ അവിടെയുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. എപ്പോഴാണ് ഈ ഭിത്തി ഇടിഞ്ഞത്? വെരി ഗുഡ് ഈവനിങ് സുജിയ. ഈ പാലത്തറ ജംഗ്ഷനിലാണ് ഈ സർവീസ് റോഡിൻ്റെ ഭിത്തി ഇടിഞ്ഞ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അതായത് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് ഇപ്പോഴും ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഭാരമേറിയ വാഹനങ്ങൾ അടക്കം ഇതുവഴി പോകുകയാണെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്ന സംഭവം കൂടിയാണ്. കാരണം ഇത് നാട്ടുകാരടക്കം പറയുന്നത് ഇത് NS ആശുപത്രിക്ക് സമീപമാണ്. നിരവധി വാഹനങ്ങൾ ആശുപത്രിയിലേക്ക് അടക്കം വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി വാഹനങ്ങൾ പോകുന്ന ഈ സ്ഥലത്തേക്ക് ഇവിടെ ഒരു കൃത്യനിഷ്ഠയുമില്ലാതെ തരത്തിൽ ജോലി പുരോഗമിച്ചതാണ് ഇപ്പോൾ ഇതിലെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിച്ചത്. അത് തന്നെ ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. മുമ്പ് ഞാൻ പറയുന്നത് 150 മീറ്റർ അകലെ ഒരു പാലം തകർന്നത് സുജി ഓർക്കുന്നുണ്ടാവും. ഇപ്പോഴും ഈ നിർമ്മാണം അതായത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. യാതൊരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത നിർമ്മാണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ പാഠം പോലും അറിയാത്ത ആളുകളാണ് ഇവിടെ മേൽനോട്ടത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ PWD വകുപ്പ് മന്ത്രി പറഞ്ഞത് ഓരോ ദിവസവും മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം വണ്ടിക്കകത്ത് പോയി നോക്കുന്നുണ്ട്, ഇതെല്ലാം മുഴുവനായിട്ടും നോക്കാൻ മുഖ്യമന്ത്രി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും ഒരു അപകടമുണ്ടായി 3 മെഡിക്കൽ കോളേജുള്ള ഈ പ്രദേശത്ത് ഗതാഗതം തടസ്സമായി ഹൈവേ സർവീസ് റോഡ് ഇടിച്ച് താന്ന് ഏതെങ്കിലും ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരുവാൻ തയ്യാറായോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും വരുവാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഈ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ, മരുമോൻ്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ എടുത്തു. ഈ റോഡ് തടയുകയാണോ ചെയ്തത് നിങ്ങൾ? ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇവിടെ പറഞ്ഞത് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടി വേണം. കാര്യം NH ഹൈവേയുടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ആശുപത്രിയിൽ പോലും പോകുവാൻ കഴിയാതെ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലഞ്ഞിരിക്കുകയാണ്. NHന്റെ ഗതാഗതം തടസ്സപ്പെട്ടിട്ട് അതിനൊരു ക്രമീകരണം നടത്തുവാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുമുള്ള അനുകൂലമായിട്ടുള്ള സമീപനം സുജയ ഇപ്പോഴും അതൊരു ഭീതിയുടെ നിലവിൽ തന്നെ. നമുക്ക് ഭാരമേറിയ ലോറികൾ പോകുന്നു. ആ ലോറിക്ക് സൈഡിൽ തന്നെ റോഡ് ഇടിഞ്ഞു നിൽക്കുന്നത് കാണാം. അവിടെ ഒരു പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എന്തായിരിക്കും ഈ അപകടം ഉണ്ടായതിനു ശേഷം പരിഹാരക്രിയയ്ക്കായി കാത്തിരിക്കുകയാണോ? ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് NS ആശുപത്രിക്ക് സമീപത്തെ ഇടിഞ്ഞു കിടക്കുന്ന റോഡ് അത് പുനഃക്രമീകരിക്കുന്നതിനായിട്ടുള്ള നടപടികൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വലിയ അപകടത്തിലേക്ക് പോകുന്നതിന് മുൻപ് അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ദിലീപ് ദേവസ്യ. സ്പോർട്സ് റിപ്പോർട്ടാണ് ദിലീപ് ദേവസ്യ നൽകിയത്.